നമ്മുടെ ജീപ്പ് കോമ്പസ് പെട്രോൾ കഴിഞ്ഞ് വഴിയിലായി. പെട്രോൾ കഴിയലും വഴിയിലാവുന്ന ഇവിടെ സർവ്വസാധാരണ. കാരണം ഒരുപാട് വാഹനങ്ങൾ കൊല്ലം ടെസ്റ്റ് ഡ്രൈവ് പോകുന്നു, ചില വാഹനങ്ങൾ പെട്രോൾ കഴിഞ്ഞ് വഴിയിലാവുന്നു. ഡിജിറ്റൽ മീറ്ററിൽ ഒട്ടുമിക്ക വാഹനങ്ങളും വഴിയിലാവും. പക്ഷേ ആദ്യമായിട്ടാണ് ഒരു വാഹനം പെട്രോൾ കഴിഞ്ഞിട്ട് പെട്രോൾ ഇതിനകത്ത് ഒഴിക്കാൻ പറ്റാതെ ഉരുക്കം കഴിഞ്ഞിട്ട് നട്ടം തിരിഞ്ഞ് നിൽക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടായത്. ജീപ്പ് കോമ്പസ് ഉപയോഗിക്കുന്നവർക്ക് പലർക്കും ചിലപ്പോൾ ഇതിന് മുമ്പും ഈ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടായിരിക്കാം. പക്ഷേ മറ്റുള്ള ബ്രാൻഡ് ഉപയോഗിക്കുന്നവർക്ക് ജീപ്പ് കോമ്പസിന് എനിക്കുണ്ടായ ഒരു എക്സ്പീരിയൻസ് ആണ് ഷെയർ ചെയ്യുന്നത്. നമ്മൾ സാധാരണ ഇതിൽ പെട്രോൾ കഴിഞ്ഞ് വഴിയിലായി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? നേരെ ഫ്യൂവലിൻ്റെ ക്യാപ്പ് തുറക്കും, പെട്രോൾ കഴിഞ്ഞത്തേക്ക് ഒഴിക്കും. പക്ഷേ ജീപ്പ് കോമ്പസ് തന്നെ നെട്ടിച്ച് കളഞ്ഞു. നമ്മൾ പെട്രോൾ ടാങ്ക് തുറന്നു. പെട്രോൾ ടാങ്ക് തുറന്നതിന് ശേഷം ഇതിൻ്റെ ക്യാപ്പ് തുറക്കാൻ നോക്കിയിട്ട് ഒരു രക്ഷയില്ല. കാരണം ക്യാപ്പ് ഈ രീതിയിലാണ് നിൽക്കുന്നത്. നമുക്കിത് തിരിച്ചിട്ടും പോകുന്നില്ല, ഇങ്ങോട്ട് തിരിച്ചിട്ടും ഒരു രക്ഷയില്ല. ഇനിയിപ്പോൾ ഇതിനകത്തേക്ക് തൊട്ട് കഴിഞ്ഞിട്ടും ഒരു രക്ഷയില്ല. ഇതെങ്ങനെ ചെയ്യാമെന്ന് ഇവിടെ ചെറിയൊരു മോഡൽ ഇവിടെ വിവരിച്ചിട്ടുണ്ട്. 1, 2, 3, 4 സ്റ്റേജൊക്കെ ആയിട്ട് ഇവിടെ ചെറിയൊരു വിവരണം കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഈ പിക്ചർ മാത്രം നോക്കിയിട്ട് ഞാനത് എത്ര നോക്കിയിട്ടും ഇത് പ്രസ്സാവുന്നില്ല. ഞാൻ കൈകൊണ്ട് നോക്കിയതിന് ശേഷം ഇത് പ്രസ്സാവുന്നില്ല. കാരണം ഇതിനകത്ത് പെട്രോൾ ഒഴിക്കണമെന്നുണ്ടെങ്കിൽ ഇത് എങ്ങനെ ഒഴിക്കും? ഇത് ക്യാപ്പാണെന്നുണ്ടെങ്കിൽ കുറേ തിരിച്ചു നോക്കി വേറെ ഒന്നുമില്ല. ഇനി ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ചാടിപ്പോയതാണ്. കാരണം ഇവിടെ വേറെ എന്തെങ്കിലും ഒരു ക്യാപ്പും കൂടി ഉണ്ടാവും, അതിനകത്ത് പോയതാവും, ചാടി പോയതാക്കെന്നൊക്കെ വിചാരിച്ചു. അങ്ങനെ ലാസ്റ്റ് ഗൂഗിൾ ചെയ്ത് നോക്കേണ്ടി വന്നു. അപ്പോഴാണ് എനിക്ക് ഒരു ടൂള് കിട്ടിയത്. നമ്മുടെ വാഹനത്തിൻ്റെ ഡിക്കിക്കകത്ത് ഒരു ടൂള് കിടക്കുന്നുണ്ട്. അതായത് ഇവിടെ ഇത് തുറക്കാൻ തന്നെ വേറൊരു അബദ്ധം സംഭവിച്ചു. കാരണം ഇത് ഓപ്പൺ ആക്കാൻ പറ്റുന്നില്ല. ഓപ്പൺ ആക്കാൻ തന്നെ ഇവിടെ പുഷ് കൊടുത്ത് ഇതിങ്ങനെ റിട്ടേൺ വരണം. റിട്ടേൺ വന്നതിന് ശേഷം ഇതിങ്ങനെ പൊക്കണം. അതിനുശേഷം ഞാൻ ഇവിടെ ഇങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ പണ്ടത്തൊക്കെ മണ്ണെണ്ണ വെച്ചിട്ടുണ്ടായിരുന്ന ഒരു ഇതിൻ്റെ കാളം എന്ന് പറയുമല്ലോ, ഇങ്ങനൊരു സാധനം കിട്ടും. അപ്പോഴാണ് എനിക്ക് ഇതുമായിട്ട് എന്തോ ഒരു ട്രിക്സ് ഉണ്ട് എന്നുള്ളത് മനസ്സിലായത്. ഇങ്ങനൊരു സാധനം ആദ്യമായിട്ടാണ് ഒരു വാഹനത്തിനകത്ത് ഞാൻ കാണുന്നത്. ജീപ്പ് കോമ്പസ് ഉപയോഗിക്കുന്നവർ ചിലപ്പോൾ ഇത് കണ്ടിട്ടുണ്ടാവും, പക്ഷേ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇത് കാണുന്നത്. അങ്ങനെ ഈ സാധനം വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു? ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് നോക്കി. വാവ്, കറക്റ്റാണ്. കാരണം കയറി പോകുന്നുണ്ട്. നമ്മൾ വിരലുകൊണ്ട് പ്രസ് ചെയ്തിട്ടൊന്നും ഒരു കാര്യമില്ല, വേറെ എന്തുകൊണ്ട് പ്രസ് ചെയ്തിട്ടൊരു കാര്യമില്ല. കറക്റ്റായിട്ട് ഈ ഒരു സാധനം ഉപയോഗിച്ച് ഇതിങ്ങനെ പ്രസ് ചെയ്യണം. എന്നിട്ട് അതിലേക്ക് പെട്രോൾ ഒഴിക്കണം. ടെക്നിക്സ് അടിപൊളിയല്ലേ, സൂപ്പർ. വേറെ ക്യാപ്പോ കാര്യങ്ങളൊന്നും വേണ്ട. അപ്പോൾ സാധാരണ ഇതിൽ ഫ്യൂവൽ അടിക്കാൻ വേണ്ടി നമ്മൾ ഫ്യൂവൽ പമ്പ് പോയി കഴിഞ്ഞാൽ ജസ്റ്റ് ഓപ്പൺ ആക്കുന്നു, നോബ് എടുത്തിട്ട് ഇതിനകത്തേക്ക് കുത്തുക മാത്രം ചെയ്താൽ മതി. ക്ലോസ് ചെയ്യണ്ട, അടക്കണ്ട. നമ്മൾ ക്യാപ്പ് ചിലപ്പോൾ അവിടെ വെക്കും, പിന്നെ നമ്മളത് മറക്കാൻ വിട്ടുപോകും, അത് ചാടിപ്പോകും എന്നുള്ള കുറേ പ്രശ്നങ്ങൾ സാധാരണ ഇതിൽ വരുന്നുണ്ട്. അത്തരത്തിലുള്ള പ്രശ്നങ്ങളെല്ലാം ഈ ഒരു ടെക്നിക്ക് ഉപയോഗിച്ച് നമുക്ക് മാറ്റാൻ സാധിക്കും. ഒരു കിഡിലൻ കോമ്പസ് വന്നിട്ടുണ്ട്. വീഡിയോ എടുക്കാൻ വരുന്ന സമയത്താണ് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായത്. 2018 മോഡലിൽ നിൽക്കുന്ന ഓട്ടോമാറ്റിക് 80 ഗിയർ ബോക്സിലിരുന്ന വാഹനം 50,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള സിംഗിൾ ഓണർഷിപ്പ് ഇരിക്കുന്ന ലിമിറ്റഡ് എന്ന 1.4 ലിറ്ററിൽ വരുന്ന പെട്രോൾ എഞ്ചിനിൽ നിൽക്കുന്ന വാഹനം. ഓട്ടോമാറ്റിക് വാഹനങ്ങൾ, SUV സെഗ്മെൻറ്റ് വാഹനങ്ങൾ ഒരുപാട് പേര് അന്വേഷിച്ചെടുക്കുന്ന വാഹനമാണ് ജീപ്പ് കോമ്പസ് എന്ന വാഹനം. KL07 എറണാകുളം രജിസ്ട്രേഷനിൽ നിൽക്കുന്ന വാഹനം. ജീപ്പ് കോമ്പസിൻ്റെ ഈ ഒരു പാറ്റേൺ, ഈ ഒരു ഡിസൈൻ പാറ്റേണിനാണ് ഏറ്റവും വലിയ യൂണീക്നെസ്സും ഏറ്റവും കൂടുതൽ നമുക്ക് മനോഹരമായിട്ടിരിക്കുന്ന ഒരു ഫ്രണ്ട് അറ്റ്മോസ്ഫിയർ വ്യൂ നമുക്ക് കിട്ടുന്നു. ഈ ഒരു ഡിസൈൻ കോപ്പി ചെയ്ത് നമ്മുടെ മാരുതിയുടെ ബ്രസ വാഹനങ്ങൾക്ക് അനവധി വാഹനങ്ങൾ നമ്മൾ നിരത്തിൽ കണ്ടിട്ടുണ്ടായിരുന്നു. ഈ സെയിം പാറ്റേണിൽ മാരുതിയുടെ ബ്രസ, അതേപോലെ ഇഗ്നീസ് വാഹനങ്ങൾക്കൊക്കെ നമ്മൾ എക്സ്ട്രാ ആക്സറീസ് ആയിട്ട് ഈ സെയിം ഒരു മോഡൽ ഡിസൈൻ നമ്മൾ എക്സ്ട്രാ ആക്സറീസ് ആയിട്ട് ഗ്രില്ല് ചെയ്യാറുണ്ടായിരുന്നു. അപ്പോൾ കോമ്പസിനെ കോപ്പി അടിച്ചിട്ടായിരുന്നു ആ സംഭവങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. ലിമിറ്റഡ് എന്ന വേരിയൻ്റാണ്. പെർഫോമൻസിന് യാതൊരു കുറവുമില്ല. 1.4 ആണെങ്കിൽ പോലും 2 ലിറ്ററൊക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. പക്ഷേ 1.4ന് അത്യാവശ്യത്തിലധികം നല്ല പെർഫോമൻസ് ലഭിക്കുന്നു. ലിമിറ്റഡ് എന്ന വേരിയൻ്റ് ആയതിന് അത്യാവശ്യത്തിലധികം ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം നിൽക്കുന്നു. ഫ്രണ്ടിൻ്റെ ആ ലുക്ക് പോലെ തന്നെ സൈഡ് പ്രൊഫൈൽ നോക്കുകയാണെങ്കിലും ബാക്ക് പ്രൊഫൈൽ നോക്കുകയാണെങ്കിലും എല്ലാത്തിലും ആ ഒരു ലുക്ക്, ആ ഒരു മസിൽ പിടിച്ചേക്കുന്ന ആ ഒരു ലുക്ക് നമുക്ക് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്. പ്രൊജക്റ്റ് ഹെഡ് ലാമ്പ്, ഫോഗ് ലാംപ്സ് തുടങ്ങിയിട്ടുള്ള ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം ഫ്രണ്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ സൈഡ് പ്രൊഫൈലിലേക്ക് വരികയാണെങ്കിൽ നല്ലൊരു ഹലോയ്സ് പാറ്റേൺ, നല്ലൊരു ഡിസൈൻ വരുന്ന ഒരു കീഴിൽ ഹലോയ് ഡിസൈൻ പാറ്റേൺ ആണ് ഇതിനകത്ത് വന്നിട്ടുള്ളത്. പിന്നെ മിറർ ഇൻഡിക്കേറ്റർ ഇതിനകത്ത് വരുന്നുണ്ട്. പിന്നെ കീഴിൽ സെൻട്രിയാണ് ഇതിനകത്ത് വന്നിട്ടുള്ളത്. ഓട്ടോ ക്ലൈമറ്റ് AC, സ്റ്റിയറിംഗ് കൺട്രോൾ, പുഷ് ബട്ടൺ സ്റ്റാർട്ട്. അങ്ങനെ നോർമലി ഒരു വാഹനത്തിന് എന്തൊക്കെയാണ് ഫീച്ചേഴ്സ് അത്യാവശ്യം വേണ്ടത് അതെല്ലാം ഈ ഒരു വാഹനത്തിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഏറ്റവും വലിയ കംഫർട്ട് ഇതിൻ്റെ റൈഡിങ് കംഫർട്ട് തന്നെയാണ്. നമുക്ക് ആ കാല് വെക്കുമ്പോൾ തന്നെ നമുക്ക് ആ റെസ്പോൺസ് കറക്റ്റായിട്ട് കിട്ടുന്നു. മാത്രമല്ല ഒരുപാട് അഡീഷണലി നമുക്ക് മറ്റുള്ള ബ്രാൻഡുകളിൽ നിന്ന്, വാഹനങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന രീതിയിലുള്ള ഫീച്ചേഴ്സ് ഇതിനകത്ത് വന്നിട്ടുണ്ട്. ഏറ്റവും വലിയ ഹൈലൈറ്റ് എടുത്ത് പറയേണ്ടത് ഇതിൻ്റെ ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്കിംഗ് സിസ്റ്റം തന്നെയാണ്. നമുക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റ സ്വിച്ചിൽ നമുക്കൊരു പ്രസ്സിങ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യാനും അതേപോലെ ഹോൺ ചെയ്യാനും സാധിക്കുന്നുണ്ട്. പിന്നെ ഏറ്റവും വലിയ പ്രത്യേകത അതിൻ്റെ സ്വിച്ചസും കാര്യങ്ങളെല്ലാം മറ്റുള്ള ബ്രാൻഡുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ അതിൻ്റെ ഡിസൈൻ പാറ്റേൺ കൊടുത്തിട്ടുള്ളത്. ഒരു കിഡിലൻ സീറ്റിംഗ് നമ്മൾ തൈ സപ്പോർട്ടോട് കൂടിയിട്ടുള്ള സീറ്റ് കവറും കാര്യങ്ങളെല്ലാം ആ ഒരു കളർ പാറ്റേണും കൂടി നോക്കി ഒരു പ്രീമിയം എന്ന് പറയാൻ പറ്റും. ആ ഒരു ഇൻറ്റീരിയർ ഭാഗങ്ങളായിരുന്നു ആ ഒരു റൂഫിൻ്റെ കളർ പാറ്റേണും അതേപോലെ സീറ്റ് കവറിൻ്റെയും ഹാൻഡ് റെസ്റ്റും അതേപോലെ ആ ഒരു പ്ലാസ്റ്റിക് മെറ്റീരിയലിൻ്റെ ഒക്കെ കളർ പാറ്റേൺ ഒരേ ലെവലിൽ വരുന്ന ആ ഒരു ബ്ലാക്കിൻ്റെയും വൈറ്റിൻ്റെയും ഒരു കോമ്പിനേഷനോട് കൂടി പ്രീമിയം ലെവലിൽ തന്നെ എന്ന് പറയാൻ പറ്റിയിട്ടുള്ള ആ ഒരു രീതിയിലാണ് ഇതിന് ഇൻറ്റീരിയർ ഡിസൈൻ പാറ്റേൺ കൊടുത്തുള്ളത്. ഒരു ഇൻഫോടൈമർ സിസ്റ്റം ഇതിനകത്ത് വന്നിട്ടുണ്ട്. അത്യാവശ്യം എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് ഇൻവോൾവ് ആയിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ആ പുഷ് ബട്ടൻ്റെ ഏറ്റവും ബട്ടൺ സ്റ്റാർട്ടിൻ്റെ ഒരു പൊസിഷനാണ് നമ്മൾ സാധാരണഗതിയിൽ ഫിയറ്റിൻ്റെ വാഹനങ്ങളൊക്കെ ഈ ഒരു ഭാഗത്തിട്ടാണ് ഈ രീതിയിലാണ് ഒരു പ്രസ്സിങ് കീ കൊടുക്കാറ്. അപ്പോൾ ആ രീതിയിലാദ്യം ശരിക്കും കറക്റ്റ് സ്പേസ് പറയുകയാണെങ്കിൽ പൂണ്ടോക്ക് നമ്മൾ ഈ ഒരു ആംഗിൾ, ഈ ഒരു ഡിസൈൻ പാറ്റേണിലാണ് നമ്മൾ കീ ഇട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്യാറ്. ആ ഒരു
ഒരു ഭാഗത്താണ് ഇതിൻ്റെ ഒരു സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പിൻ്റെ പുഷ് ബട്ടൺ സ്റ്റാർട്ടിൻ്റെ സ്വിച്ച് പ്ലേസ് ചെയ്തിട്ടുള്ളത്. ഡാഷ്ബോർഡൊക്കെ നല്ല വിശാലമായിട്ടുള്ള ഡാഷ്ബോർഡും കാര്യങ്ങളും ക്ലസ്റ്ററും കാര്യങ്ങളെല്ലാം അത്യാവശ്യത്തിലധികം എല്ലാ സെറ്റിങ്സ് കാര്യങ്ങളെല്ലാം വരുന്നു. പിന്നെ നമ്മൾ പുഷ് ബട്ടൺ സ്റ്റാർട്ട് ഓൺ ആകുമ്പോൾ തന്നെ ജീപ്പ് എന്നുള്ള ഒരു ബാഡ്ജിങ്ങും കാര്യങ്ങളെല്ലാം ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റത്തിന് ഓണായിട്ട് വരുന്നുണ്ട്. അങ്ങനെ എന്തുകൊണ്ടും ഒരു പ്രീമിയത്തിൻ്റെ അങ്ങേ തല എന്ന് പറയാൻ പറ്റിയിട്ടുള്ള ഒരു വാഹനം. ആ ഒരു ഡോർ പാഡിൻ്റെ ഒക്കെ ഒരു പ്ലാസ്റ്റിക് ക്വാളിറ്റി നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഒരു റെഡ് ലൈനിങ് ഒക്കെ കൊടുത്തിട്ട് ആ ഒരു സ്റ്റിച്ചിങ്ങും കാര്യങ്ങളെല്ലാം വളരെയധികം മനോഹരമായിട്ടുണ്ട്. പക്ക നല്ല അടിപൊളി പ്ലാസ്റ്റിക്കിൽ നല്ല അടിപൊളി ക്വാളിറ്റിയിൽ നിൽക്കുന്നു. വേറെ കാര്യപ്പെട്ട ഡാമേജ് പരിക്കോ കാര്യങ്ങളൊന്നുമില്ല. സർവീസ് ഹിസ്റ്ററി അവൈലബിൾ ആണ്. പ്രോപ്പർലി സർവീസ് കാര്യങ്ങൾ എല്ലാം മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഒരു അടിപൊളി വാഹനം. ആവറേജ് ഒരു 4 ടയേഴ്സ് നോക്കുകയാണെങ്കിൽ ആവറേജ് കണ്ടീഷനിൽ നിൽക്കുന്നു. പെട്രോൾ നമുക്കൊരു 12-13 മൈലേജ് പ്രതീക്ഷിക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം വെച്ചാൽ എനിക്ക് അത്ര എക്സ്പീരിയൻസർ അല്ല ഞാൻ ഈ വാഹനത്തിനകത്ത്. എക്സ്പീരിയൻസ് ഉള്ളവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം എത്രത്തോളം മൈലേജ് കാര്യങ്ങളെല്ലാം ലഭിക്കുന്നുണ്ട്. പിന്നെ ഈ തരത്തിലുള്ള വാഹനങ്ങൾക്കൊന്നും മൈലേജ് ഒരു മെയിൻ ഫാക്ടർ അല്ല. ഇതിൻ്റെ യാത്രാ കംഫർട്ട്, ഇതിൻ്റെ ഫീച്ചേഴ്സ്, ഇതിൻ്റെ റൈഡിങ് കംഫർട്ടൊക്കെ തന്നെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. സർവീസ് കാര്യങ്ങളെല്ലാം പ്രോപ്പർ പോയിട്ടുള്ള ഈ ഒരു വാഹനം സ്വന്തമാകാം 10,90,000 രൂപ നെറ്റ് പ്രൈസോട് കൂടി. 10,90,000 നിങ്ങൾക്ക് ഓൾമോസ്റ്റ് 10 ലക്ഷം വരെ ഫിനാൻസ് സൗകര്യം അവൈലബിൾ ഒരു വാഹനം കൂടിയാണിത്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലൊക്കെ കോമ്പസിൻ്റെ ജീപ്പ് ഓട്ടോമാറ്റിക് സെഗ്മെൻറ്റ് 80 ഗിയർ ബോക്സിൽ 1.4 ലിറ്ററിൽ പെട്രോൾ എഞ്ചിൻ വാഹനങ്ങൾ അന്വേഷിച്ചെടുക്കുന്നവരാണെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യുന്ന നമ്പർ താഴെ കൊടുക്കുന്നുണ്ട്. വീഡിയോ ഇഷ്ടമായാൽ മാക്സിമം ഷെയർ ചെയ്യുക, പേജ് ഫോളോ ചെയ്യുക.